അസ്സലാമലൈക്കും, സ്വാഗതം ഒരിക്കൽ കൂടി. ചെറിയൊരു ഗ്യാപ്പിന് ശേഷം നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നു. ഹായ് മലയാളിയിൽ. ഏതായാലും ഹായ് മലയാളിയിൽ ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു സുദിനം തന്നെയാണ്. കാര്യം ഒരു മാസം പുണ്യമായിട്ട് നമ്മുടെ മുസ്ലിം സഹോദരങ്ങളെല്ലാം കൊണ്ടാടി. അങ്ങനെ വിശുദ്ധിയിൽ നിറഞ്ഞു നിൽക്കുന്ന മുസ്ലിം സഹോദരങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഈദ് മുബാറക് ആദ്യമേ തന്നെ ഞാൻ വിഷ് ചെയ്യാണ്. അതിനോടൊപ്പം തന്നെ എന്തായാലും ഇന്നത്തെ ഹായ് മലയാളിയിൽ ഈദിന്റെ വിശേഷങ്ങളും ഈദിന്റെ സന്തോഷ വർത്തമാനങ്ങളും ഒക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഹായ് മലയാളിയിൽ ലൂസിയ ഇറങ്ങി തിരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങളും കൂടെ തന്നെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പൊ റെഡിയല്ലേ? എന്തായാലും ഞാൻ ഓടി വന്നപ്പോഴത്തേക്കും ഇവിടെ ഇങ്ങനെ ഈദിന്റെ തകൃതിയായിട്ടുള്ള ഷോപ്പിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ബ്യൂട്ടിഫുൾ ഫാമിലി. എന്തായാലും അവരൊന്ന് പരിചയപ്പെടാം. എന്താ പേര്? ഷംസുദ്ദീൻ. സീനത്ത്. ഷംസുദ്ദീനും സീനത്ത് ഇങ്ങനെ വളരെ ചിരിച്ച് വളരെ സന്തോഷമായിട്ട് നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഈദ് മുബാറക് വിഷ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഏതായാലും ഷംസുദ്ദീനും സീനത്തിനോടും എനിക്ക് ചോദിക്കാനുള്ളത്, ഷംസുദ്ദീൻ എന്താ വീട്ടിൽ വിളിക്കാറ്? ഷംഷുച്ചായി പോകത്തില്ല? ഇല്ല, കുഴപ്പമില്ല. നല്ല പ്രാക്ടീസ് ആണ്. 10 വർഷമായി പ്രാക്ടീസ് ആയതുകൊണ്ട് കുഴപ്പമില്ല. എനിക്ക് വിളിച്ചിട്ട് ശിശായി പോകുന്നു. എനിവേ കുഴപ്പമില്ല. അപ്പം ഈദ് എന്ന് പറയുമ്പോഴത്തേക്കിനും നമുക്ക് നാട്ടിലെ ഈദും ഇവിടുത്തെ ഈദും തമ്മിൽ വ്യത്യാസം എന്തായാലും ഉണ്ടല്ലോ. എന്താ നിങ്ങൾക്ക് നാട്ടിൽ മിസ് ചെയ്യുന്നത്? നാട്ടില് പ്രത്യേകിച്ച് ഫാമിലിനെ, കുടുംബം, നമ്മുടെ ബാല്യ കുമാരം എല്ലാം അവിടെ ആയിരുന്നല്ലോ. പിന്നെ ഇവിടെ പറയുമ്പോൾ ഇപ്പോൾ ഫാമിലി ഉണ്ടായതുകൊണ്ട് അങ്ങനെ പ്രശ്നമില്ല. ബാച്ചിലറായ സമയത്ത് ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എന്നാലും വീട്ടിൽ ഉമ്മ, പെങ്ങന്മാർ, മറ്റുള്ള അവരൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. സീനത്തിന്റെ ഏറ്റവും കുക്കിങ്ങിൽ ഈദിന്റെ സമയത്ത് കുറെ സ്പെഷ്യൽ ഡിഷസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ നിങ്ങൾ ഏത് നാട്ടുകാരാ? കാസർഗോഡ്. എന്താണ് നീലേശ്വരം? കാസർഗോഡ് നീലേശ്വരം എന്താണ് നിങ്ങൾ ഈദിന് സ്പെഷ്യാലിറ്റി എന്ന് പറയുന്ന ഒരു വിഭവം? സീനത്തല്ലേ കുക്ക് ചെയ്യുന്നൊരു സംശയം. രാവിലെ പള്ളിയിലൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ ചായയും പലഹാരങ്ങളൊക്കെ ഉണ്ടാവും നോർമലായിട്ട്. അതുപോലെ തന്നെ ഉച്ചക്ക് അറിയാലോ ബിരിയാണി. ഏത് ബിരിയാണി? മട്ടനാണോ സാധാരണ? ബിരിയാണി, ചിക്കൻ ഫ്രൈ, ബീഫ്, മറ്റേ അങ്ങനെയുള്ള ഒരു ചോന്നൊരു സംഭവം ഉണ്ടല്ലോ, അത് പിന്നെ ചോപ്പ് എന്ന് പറയും. ജയ്ഹിന്ദ് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ എല്ലാ ഹൃദയം നിറഞ്ഞ ഈദാശംസകൾ നേരുന്നു, അനുഗ്രഹിച്ചിരിക്കുന്നു. അപ്പൊ ഏതായാലും താങ്ക് യു വെരി മച്ച് ഷംസു ആൻഡ് സീനത്ത്. മലയാളിയിൽ പതിവിലും വ്യത്യസ്തമായിട്ട് നമ്മൾ ഇന്നൊരു ഡീവിയേഷൻ എടുക്കുവാണ്. കാരണം സാധാരണ നമ്മൾ ഹായ് മലയാളിയിൽ മലയാളികളെയാണ് തേടിപ്പിടിച്ച വിശേഷങ്ങളൊക്കെ ചോദിക്കാറല്ലേ. ഏതായാലും ഇതൊക്കെയല്ലേ ഒരു വ്യത്യാസമായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ എന്തായാലും നമ്മുടെ തൊട്ടടുത്തുള്ള സ്റ്റേറ്റിലേക്ക് ഒന്ന് കടന്നു പോവാണ്. ആരാണ് എന്താന്നൊക്കെ നമുക്ക് എന്തായാലും അവരോട് ചോദിച്ചോക്കാം അല്ലേ. അസ്സലാം വലൈക്കും. എന്താ പേര്? രാജാ മുഹമ്മദ്. ഷാക്കിറ ബാനു. ഓക്കെ, രാജാ മുഹമ്മദ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് സംശയമുണ്ട് ഏത് നാട്ടുകാരാണ്? എവിടെയാ നാട്ടില്? തമിഴ്നാട്, തിരുച്ചിറപ്പള്ളി. തമിഴ്നാട്, തിരുച്ചിറപ്പള്ളി. ഓക്കെ, അപ്പം ഈദ് സെലിബ്രേഷൻസ് കുവൈറ്റിലെ എങ്ങനെയാ സെലിബ്രേറ്റ് ചെയ്യുന്നത്? നാട്ടില് തമിഴ്നാട്ടിൽ നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാ സെലിബ്രേഷൻസ്? ആക്ച്വലി നമ്മുടെ നാട്ടിലതാണ് സന്തോഷം. ബിക്കോസ് വി ആർ ലൂസിങ് അവർ ഫാമിലീസ്. വി ആർ അലോൺ ഹിയർ. സോ വി മിസ് എ ലോട്ട്. நாங்கள் நிறைய மிஸ் செய்யுது தமிழ்நாட்டில் ஆக்சுவலாக. பிகாஸ் இங்கே அந்த என்டர்டெயின்மெண்ட் கிட்டாது. ஜஸ்ட் நாங்கள் ஒய்ஃபு பின்ன கொச்சிகளே உண்டு. பட் நம்ம நாட்டில் லைக் ஆல் த ரிலேட்டிவ்ஸ் எல்லாம் உண்டாகும், பின்ன மதர் ஃபாதர் எல்லாம் உண்டாகும். ஸோ வி மிஸ் தம் அ லாட். മിസ്സിംഗ് ഫാമിലി അലോട്ട്. ഓക്കെ, അപ്പോൾ തമിഴ്നാട്ടിൽ ഈ ഈദ് എന്ന് പറയുമ്പോഴത്തേക്ക് എനി സ്പെഷ്യാലിറ്റി അതർ ദാൻ ഓഫ് കോഴ്സ് ദ ഫുഡ് ഇസ് ഓൾവേസ് എ സ്പെഷ്യാലിറ്റി. ബിസൈഡ്സ് ദ ഫുഡ്, ഇസ് ദർ എനി അതർ സ്പെഷ്യൽ ഫംഗ്ഷൻ ദാറ്റ് ഹാപ്പൻസ് ഡ്യൂറിംഗ് ഈദ്? See, the special function means it will be a get together with all the families. So after the the prayer in the morning time, we used to go to all the people, like to our relative people, and we used to share our foods, and they used to share their foods, and the kids used to get around and they used to share the money in between. So it makes a lot of difference celebrating here and there. Do you think kids when they're celebrating it here or in Tamil Nadu, do they get more experience or do they get more the sense of Eid? See, sense of it, I feel in our country, yes, it makes much more senses than here. Because here it's very restricted. We cannot go, above the limit or something. But here, in our country, it's a democratic country, so we can have a fun there a lot comparing to here. Okay, ഇനി കുറച്ച് മലയാളത്തിൽ ചോദിക്കാല്ലേ. മലയാളം അറിയാവുന്ന നമ്മൾ നോക്കണമല്ലോ. ശരി, ഭാര്യ പ്രിപ്പയർ ചെയ്യുന്ന ഏത് ഡിഷാണ് ഫേവറേറ്റ്? ഫേവറേറ്റ് ഡിഷ് പറഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾ ആക്ച്വലി പർച്ചേസ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഫോർ ഇതൊക്കെ ബിരിയാണി ചെയ്യാൻ വേണ്ടി. സോ ഷീ പ്രിപ്പയർസ് നൈസ്. ബിരിയാണി നല്ല ചെയ്യും. ബിരിയാണി എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മൂക്ക് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈദ് മുബാറക്. താങ്ക് യു വെരി മച്ച്. യെസ്,
അങ്ങനെ ഹായ് മലയാളിയിൽ വീണ്ടും നമ്മൾ എത്തിയിരിക്കുകയാണ് ഒരു മലയാളി ഫാമിലിയുമായിട്ട്. ആൻഡ് ഓഫ് കോഴ്സ് ഈദ് എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലേ, മീനും ഇറച്ചി ഇല്ലാതെ ഒരു ഈദുണ്ടോ? അതുകൊണ്ട് തന്നെ മീനിന്റെ ഇറച്ചിയുടെ ഒക്കെ സെക്ഷന്റെ ഫ്രണ്ടിൽ തന്നെ ഇവർ ഞാൻ പിടിച്ചിരിക്കുകയാണ്. അവിടെ എന്തായാലും ചോദിച്ചോക്കാം ഈദിന്റെ വിശേഷങ്ങളൊക്കെ. എന്താ പേര്? ഷംന, ഷാഫി, രഞ്ജിത്ത്, ഷംന, ഷാഫി ആൻഡ് രഞ്ജിത്ത്. വെരി ഗുഡ്. അപ്പം എവിടെയാണ് നാട്ടിൽ നിങ്ങൾ? മലപ്പുറം ജില്ല, തിരൂര്. കണ്ണൂര്, ഇരട്ടി. കണ്ണൂർ. ഓക്കെ. കുവൈറ്റ് വന്ന് പരിചയപ്പെട്ടാണോ? അതെ, അതെ അല്ലേ. എങ്ങനെയുണ്ട് ആള്? കുഴപ്പമൊന്നുമില്ല. പാവം, ഉഷാറാണല്ലേ. ശരി, ഓക്കെ. അപ്പൊ ഈദ് എന്ന് പറയുമ്പോൾ നമ്മൾ നാട്ടിലെ എപ്പോഴും നമ്മൾ മിസ് ചെയ്യുമല്ലോ. നാട്ടിലെ ഒരു ഈദും ഇവിടുത്തെ എന്താണ് നിങ്ങൾക്ക് ആ ഒരു ഏറ്റവും വലിയൊരു വ്യത്യാസം എന്ന് തോന്നിയത്? ഞങ്ങൾ എന്താ പറയുക, വീട്ടുകാരെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. എൻ്റെ ബാപ്പ ഉമ്മ, എൻ്റെ ബാപ്പയുടെ ഒരു ഉമ്മച്ചുണ്ട്, അതാണ് ഏറ്റവും വലിയൊരു മിസ് ചെയ്യുന്നത്. എത്ര വയസ്സുണ്ട്? ഒരു 100 സഞ്ചിയൊക്കെ ആയിരുന്നു. നല്ല ആയുസോടെ ഇരിക്കട്ടെ അല്ലേ, ഇൻഷാ അള്ളാ. 200 മേലെ പേരക്കിടാങ്ങളൊക്കെ ഉണ്ടായി. ആയിഷക്കുട്ടി എന്നാ പേര്, ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അതൊരു ഭാഗ്യമല്ലേ ഇത്രയും. അതാണ് ഏറ്റവും കൂടുതൽ മിസ്സാവുന്നത്. ഏറ്റവും വലിയ മിസ്സിങ്. അപ്പൊ നിങ്ങളുടെ കുടുംബത്തിൽ എല്ലാവരും നാട്ടിൽ തന്നെയുണ്ടോ? നിങ്ങൾ മാത്രമാണോ പുറത്തോ? അത് പലരും അവിടെയൊക്കെ? പലരും അവിടെ ഇവിടെയൊക്കെയാണ്. കുറേ ആൾക്കാർ കുവൈറ്റിലുണ്ട്, കുറേ ആൾക്കാർ ദുബായ്, സൗദി. ഞങ്ങളിപ്പോൾ പോയി വന്നിട്ട് 1 മാസമായിട്ടുള്ളൂ. ഈദ് സമയത്ത് ഒപ്പിച്ച് പോയായിരുന്നു വേണമെങ്കിൽ അല്ലേ? ഞങ്ങൾ എൻ്റെ ബ്രദറിൻ്റെ ഒരു മാരേജ് ഉണ്ടായിരുന്നു, അതിന് പോയത്. അപ്പം ഷംന ഉണ്ടാക്കുന്ന ഏത് ഡിഷാണ് താങ്കൾക്ക് ഇഷ്ടം? ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ ഉണ്ടാക്കി കൊടുക്കണം ഇന്നലെ. അങ്ങനെയല്ലേ മതിയില്ലേ. അപ്പൊ താങ്കൾ ഉണ്ടാക്കുന്ന ഏത് ഡിഷാണ് ഭാര്യക്ക് ഇഷ്ടം? ഞണ്ട് കറി. എന്റെ അപ്പോ വീട്ടിൽ നിന്ന് ഓർക്കും അമ്പടാ അവളെ കെട്ടിത്തിരിട്ട് അവനാ പാവ അടുക്കള നിൽക്കുന്നതെന്ന്. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, വെറുതെ. ഞാൻ തന്നെ കുക്കിംഗ് ഒക്കെ. അത് തന്നെ, എനിക്ക് പുള്ളിയെ കണ്ടാൽ മനസ്സിലായി മഹാകളതരാന്ന്. ശരി, ഇയാളെ ഈദ് സെലിബ്രേറ്റ് ചെയ്യുന്ന ആളാണോ? പിന്നെ നോമ്പൊക്കെ പിടിക്കും, 1 മാസം നോമ്പൊക്കെ പിടിക്കും. നല്ല ഫ്രണ്ടാ. അപ്പൊ നിങ്ങളുടെ ഇവരുടെ ഒരു സ്പെഷ്യാലിറ്റി ഡിഷസ്, ഇതിന് ഒത്തിരി ഡിഷസ് ഉണ്ടല്ലോ, ഏതാണ് ഏറ്റവും ഇഷ്ടമുള്ളത്? ചെമ്മീൻ ബിരിയാണി. ബിരിയാണി ഞങ്ങൾ ഒരു 2 ഞാൻ ഉണ്ടാക്കുന്നത് ഞാൻ ഉണ്ടാക്കുന്നതാണ്, ഞങ്ങളില്ല. ശരി, ഞാൻ എന്താണ് അടുക്കളയിൽ ചെയ്യാറ്? അപ്പം ഉപ്പ് നോക്കാൻ വരുവാണ് പതിവ്. അല്ല, ഒഴിവുള്ള ടൈം ഉണ്ടെങ്കിൽ ഞണ്ട് കറി, ചിക്കൻ കറി, അതൊക്കെ ഉഷാറാണ് ആള്. കുക്കിംഗ് ഉണ്ടാക്കും, വെറുതെ അല്ല. വെറുതെ പറയല്ല, അതൊക്കെ കറിയൊക്കെ വെക്കാൻ അടിപൊളിയാ. ആ, വേണമെങ്കിൽ ഒപ്പിക്കാം, ഒന്നും ഇല്ലെങ്കിൽ വേണം അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് പറയുന്ന കൂട്ടുകാരൻ എത്ര ആത്മാർത്ഥ സുഹൃത്താണെന്ന് എനിക്ക് മനസ്സിലായി. ശരി, എന്തായാലും നാട്ടിലുള്ള നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിന് ഒരു ഈദ് വിഷ് കൊടുക്കണമെങ്കിൽ? എല്ലാവരെയും ഈദ് ആശംസകൾ അറിയിക്കുക. എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. നിങ്ങൾക്കും ജയന്തി ടിവിക്ക് എല്ലാവരും. എൻ്റെ വൈഫ്, മോള്, ചെറിയ മോളുണ്ട്, കണ്ടിട്ടില്ല, 1 മാസമായിട്ടുള്ളൂ. മോളോട് പ്രത്യേകിച്ച് ഈദ് ആശംസകൾ. ഓ, ദാറ്റ്സ് വെരി സ്വീറ്റ്. അപ്പോൾ എന്തായാലും മോക്കും ഫാമിലിക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു ഈദ് മുബാറക്ക് ഇവരുടെ വക ഞാനും കൂടെ നേരുകയാണ് കേട്ടോ. അപ്പോൾ താങ്ക് യു വെരി മച്ച്. ഹാപ്പി ഈദ് മുബാറക്. യെസ്, അങ്ങനെ ഹായ് മലയാളി ഇങ്ങനെ എത്തി നിൽക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് സംശയമുണ്ട്, ലൂസി എന്താ ലുലു എക്സ്ചേഞ്ചിൽ കാര്യം? വേറൊന്നുമല്ല, ലുലു എക്സ്ചേഞ്ചിൽ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഇവിടെ നിന്ന് ഇവിടെ ഈദ് ആഘോഷിക്കുമ്പോഴും നാട്ടിലുള്ള കുടുംബക്കാരെ നമ്മൾ ഓർക്കണ്ടേ എന്നൊരു ചിന്തയുമായിട്ട് ഇവിടെ നിൽക്കുന്ന മലയാളികളുമായിട്ട് അവരുടെ ഈദ് വിശേഷങ്ങൾ എന്തായാലും ചോദിച്ചേക്കാം എന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ എത്തി നിൽക്കുമ്പോൾ എനിക്കൊപ്പം ഇവിടെ ഒരു ഫ്രണ്ട് ഉണ്ട്. അസ്സലാമു അലൈക്കും. എന്താ പേര്? തസ്ലീം. തസ്ലീം, എവിടെയാണ് നാട്ടില്? ഈരാറ്റുപേട്ട, കോട്ടയം ജില്ല. കോട്ടയം ജില്ലയാണ്. വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഏതായാലും ഇവിടുത്തെ ഈദ് ആഘോഷങ്ങളൊക്കെ എങ്ങനെ പോകണം? ഇവിടെ സുഖമായിട്ട് പോകുന്നു, അടിപൊളിയായിട്ട് പോകുന്നു. ഒറ്റയ്ക്കാണ് ഇവിടെ? ഇല്ല, ഫാമിലിയാണ്. ഫാമിലി ഇവിടെ തന്നെയുണ്ട്. ഓക്കെ. അപ്പോൾ നാട്ടിലാരൊക്കെയുള്ളത്? നാട്ടില് ഫാദർ, മദർ, ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ് എല്ലാവരും ഉണ്ട്. എല്ലാവരും കൂടുതൽ ആൾക്കാർ നാട്ടിലായതുകൊണ്ട് എന്തായാലും നല്ല റേറ്റ് ഒക്കെ ആയതുകൊണ്ട് ലുലു എക്സ്ചേഞ്ചിൽ നിന്ന് കാശ് അയച്ചേക്കാന്ന് വിചാരിച്ചല്ലേ? അങ്ങനെയൊന്നുമില്ല, ഏറ്റവും ആക്സസ് ആയ സ്ഥലത്ത് നോക്കി അയക്കുന്നത് അത്രേ ഉള്ളൂ. ഓക്കെ, വളരെ സന്തോഷം. അപ്പോൾ എന്തായാലും ഈദ് എന്ന് പറയുമ്പോഴത്തേക്കിനും ഇവിടെ കുടുംബാംഗങ്ങളൊക്കെ ഉണ്ട് എങ്കിലും നാട്ടിലെ ഈദ് എന്ന് പറയുമ്പോഴത്തേക്കിനും എന്താ ആദ്യം മനസ്സിൽ ഓർമ്മ വരുന്നത്? നാട്ടില് ഫാദർ, മദർ എല്ലാവരുമായിട്ട് ഒന്നിച്ച് ഉള്ള, പിന്നെ ബന്ധുക്കളുണ്ട്, ഇവിടെ ആകുമ്പോൾ ഫ്രണ്ട്സ്, അത്ര വ്യത്യാസമുള്ളൂ. ഏത് വിഭവമാണ് ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി തസ്നീമിന് ഇഷ്ടമുള്ളത്? സാധാ നോർമൽ ഫുഡ്, നാട്ടിൽ കഴിക്കുന്ന ഫുഡ് തന്നെ. ഓ, എന്താ എളിമ. നോർമൽ ഫുഡ് എന്ന് വെച്ചാൽ എന്താ നിങ്ങൾ കഴിക്കുക? ഒരു ബിരിയാണിയൊക്കെ പതിവായിട്ട് നിങ്ങളുടെ ഇതിൽ കാണാം കഴിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ, അപ്പോൾ അത് എല്ലാത്തൊരു വെറൈറ്റി ഫുഡ്. ഓക്കെ, അങ്ങനെ തസ്നീം എന്തായാലും വളരെ എളിമയുടെ ഒരു പ്രതിരൂപമായിട്ട് ഇങ്ങനെ എനിക്ക് തോന്നുന്നു. വളരെ നോർമൽ ഫുഡ് മതി, എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ സ്പെഷ്യൽ ഡിഷസ് ഒന്നും വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നു. ഏതായാലും തസ്നീമിന് റമദാൻ സമ്മർ റെയിൻ ഇവിടെ ലുലു എക്സ്ചേഞ്ച് നടക്കുന്നതിലെല്ലാം ആശംസയും കേട്ടോ. താങ്ക് യു. അങ്ങനെ ഇന്നത്തെ ഹായ് മലയാളി ഇവിടെ ഇങ്ങനെ വൈൻഡ് അപ്പ് ചെയ്യാറായി. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവരുടെ വിഷസ് ഒക്കെ അങ്ങോട്ട് എത്തിക്കാൻ പറ്റിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈന്തപ്പനയുടെ നാട്ടിൽ നിന്നുള്ള നമ്മുടെ മലയാളി സുഹൃത്തുക്കളുടെ സ്നേഹം നിറഞ്ഞ സന്ദേശങ്ങളൊക്കെ പാസ് ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഏതായാലും ഇതേപോലെ തന്നെ ഹായ് മലയാളിയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. ഇപ്പോഴത്തേക്കും എന്തായാലും ടാറ്റാ ബൈ ബൈ പറയുന്നത് നിങ്ങളുടെ കൂട്ടുകാരി ഞാൻ ലൂസിയ. പോകുന്നതിന് മുമ്പ് ഒരു കാര്യം മാത്രം, ഈദ് മുബാറക്.